ഒരു പുതിയ യാത്രയുടെ കഥ പറയാൻ നിൽക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെച്ചാൽ അതിൻ്റെ വിസ പ്രോസസ്സൊക്കെ കുറച്ച് ദൈർഘ്യമുള്ളതായതുകൊണ്ട് പോകാൻ താല്പര്യമുള്ളവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിളിക്കുക. കാരണം കുറച്ച് സമയമെടുത്താണ് വിസയൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ പോകുന്ന സമയം ഓസ്ട്രേലിയയിലെ സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് അല്ല, സമ്മർ സീസണാണ്. സമ്മർ സീസണിൻ്റെ അവസാനത്തിൽ ആണ് നമ്മൾ പോകുന്നത്. ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് യാത്രകൾക്ക് എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണ എടുക്കുന്നത് ഇതുപോലുള്ള സമയങ്ങളാണ്. കാരണം ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഭൂപ്രകൃതിയിൽ ഇക്വേറ്ററിന് താഴെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ യൂറോപ്പിൽ വിൻ്റർ ആയിരുന്ന സമയത്താണ് ഇവിടെ സമ്മർ ആയിരിക്കുക. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്താണ് പോകുന്നത്. ആദ്യം ഓസ്ട്രേലിയയാണ്. മെൽബൺ അറിയാല, ഓസ്ട്രേലിയയുടെ ആദ്യത്തെ ക്യാപിറ്റലാണ് മെൽബൺ. പിന്നീടാണ് ഇപ്പോഴത്തെ കാൻബറ പുതിയ ക്യാപിറ്റൽ വന്നത്. ഇപ്പോഴും കാൻബറയാണ്. വളരെ വിചാരം സിഡ്നി ആണെന്നാണ്. അല്ലല്ല, കാൻബറയാണ് അവരുടെ ക്യാപിറ്റൽ. പക്ഷെ അവരുടെ ഏറ്റവും പുരാതനമായ ക്യാപിറ്റലും അതിൻ്റെതായ ക്യാപിറ്റലിൻ്റെതായിട്ടുള്ള എല്ലാ ഇതുള്ള സ്ഥലമാണ് മെൽബൺ. മെൽബണിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വന്നിറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ വേണ്ടി വരുമല്ലോ അല്ലേ? കാരണം വലിയ രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ച് റോഡ് ട്രാൻസ്ഫർ ഒന്നും പ്രാക്ടിക്കലല്ല, എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറൊക്കെ ഫ്ലൈറ്റിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഓസ്ട്രേലിയ നമ്മൾ കാണുന്നത് 3 പ്രധാനപ്പെട്ട സിറ്റീസാണ്. അതൊന്ന് മെൽബൺ, 2 കെയ്ൻസ്, 3 സിഡ്നി. ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലെയും ഏറ്റവും ക്രീമായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇറങ്ങുന്ന ദിവസം അന്ന് അവിടെ ഇറങ്ങി നമ്മളവിടെ മെൽബണിൽ താമസിച്ചു. പിറ്റേ ദിവസം നമ്മൾ മെൽബൺ സിറ്റി ടൂർ കാണാം. മെൽബൺ സിറ്റി ടൂർ നമുക്കറിയാമല്ലോ, മെൽബൺ വളരെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ലോകത്തിന് വളരെയധികം സുപരിചിതമാണ്. MCC മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബ്, പിന്നെ അവിടെ ഓൾഡ് പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള, പിന്നെ ഇവിടുത്തെ ജെയിംസ് കുക്കാണ് ശരിക്കും ഏറ്റവും ഒരു കോളനിവൽക്കരിച്ച് ബ്രിട്ടീഷ് കോളനിയാക്കാൻ കാരണം ഈ ജെയിംസ് കുക്കാണ്. അദ്ദേഹത്തിൻ്റെ കോട്ടേജ്, അവിടുത്തെ സിറ്റി ടൂർ ഉൾപ്പെടെയുള്ളത് ഉള്ള ആദ്യത്തെ ദിവസം നമ്മൾ ഇറങ്ങിയതിൻ്റെ 2ാമത്തെ ദിവസം നമ്മൾ മെൽബണിലെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ്. അവിടെ നമ്മൾ സിറ്റി ടൂർ കഴിഞ്ഞതിന് ശേഷമാണ് മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബ് ബ്രാഡ്മാൻ്റെയും ആദ്യത്തെ 1 ഡേ ഇൻ്റർനാഷണലൊക്കെ തുടങ്ങിയത് ഈ മെൽബൺ ക്രിക്കറ്റിൽ. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ് മെൽബൺ സ്റ്റേഡിയം. ഏകദേശം 1 ലക്ഷം കാണികൾക്ക് ഇരിക്കാവുന്ന ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ശരിക്കും ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ മൊത്തം സ്റ്റേഡിയങ്ങൾ വെച്ച് വലുപ്പത്തിൽ നോക്കുമ്പോൾ അത്ര വലുതല്ലെങ്കിലും ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ക്രിക്കറ്റിൻ്റെ മെക്ക എന്ന് പറയുന്ന ഒക്കെ അവിടെയാണ്. നമ്മുടെ ബ്രാഡ്മാൻ, അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇവരൊക്കെ ഗാലറി ഉണ്ട്. അവരിരുന്ന ആ സ്ഥലത്തും പോയി നമുക്ക് ശരിക്കും പൂർണ്ണമായിട്ട് മെൽബൺ MCC പൂർണ്ണമായിട്ട് കാണാം. അതിനുശേഷം സിറ്റി ടൂർ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫിലിപ്പ് ഐലൻഡിലേക്ക് പോകണം. ഫിലിപ്പ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഈ കോല അല്ലേ, കോല എന്ന് പറഞ്ഞ ജീവിനില്ലേ, കോല എന്നാണ് ജീവി. അതിൻ്റെ അതുപോലെ പെൻഗിൻസ്, കോലയുടെ അവരുടെ ഒരു ഹാബിറ്റായിട്ട് അവരെ അവറ്റങ്ങളെ ഇത് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഉള്ള അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഒരു പെൻഗിൻ കോളനി പോകണം. സാധാരണ പെൻഗിനൊക്കെ ലോകത്ത് എല്ലാവർക്കും സുപരിചിതം. പക്ഷേ ഇവിടുത്തെ ഒരു ഫെയറി പെൻഗിൻസ് ഉണ്ട്. ഫെയറി പെൻഗിൻ ടൈനി പെൻഗിൻസ് ആണ്. ഒരു 10-25,000-ഓളം ടൈനി പെൻഗിൻസ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. സൗത്ത് ആഫ്രിക്കയിൽ കണ്ടത് ചെറിയ പെൻഗിൻ അല്ല, ഈ ടൈനി ഫെയറി പെൻഗിൻ എന്ന് പറഞ്ഞത് ഇവിടെ മാത്രമേ സാധാരണ ഇതിനങ്ങൾ. പക്ഷെ അത് വളരെ രസമാണ്. ഇത് ഈ വൈകുന്നേരം ആകുമ്പോൾ ഇവരുടെയൊക്കെ ഒരു ഈവനിങ് പരേഡ് ഉണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ പണിയൊക്കെ അവസാനിപ്പിച്ച് ഇവരൊക്കെ വരിവരിയായിട്ട് കയറി വരുന്നൊരു കാഴ്ച ഉണ്ട്. അത് പെൻഗിൻ പരേഡ് എന്ന് പറയും. അപ്പോൾ അവിടെ അതിന് വേണ്ടി ഒരു ഗാലറീസ് കെട്ടി വെച്ചിട്ടുണ്ട്. ഗാലറിയിൽ ഇരുന്ന ഇവർ വൈകുന്നേരം പണി കഴിഞ്ഞ് 10-25,000 പെൻഗിനുകൾ പോകുന്ന ഒരു കാഴ്ച. അതൊക്കെ വളരെ രസമാണ്. നമ്മൾ അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിക് റൂട്ടുകളാണ്. ഏത് റോഡുകളെ പറയുമ്പോഴും കമ്പയർ ചെയ്യുന്നത് ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ. ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി തരണം. കാരണം ഈ ഫസ്റ്റ് വേൾഡ് വാറിലെ മിലിറ്ററികൾ അവര് അവരുടെ വേൾഡ് വാർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെ മരണപ്പെട്ട അവരുടെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയാണ് 243 കിലോമീറ്റർ നീളമുള്ള ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. ആ ഒരു ഏരിയ ഒരു സിനിക് റൂട്ട്
അവർ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ കാണുമ്പോൾ ശരിക്കും സല്യൂട്ട് ചെയ്തു പോകും. കാരണം അതിനാണ് ഈ 12 അപ്പസോല് നമ്മൾ ഇവിടെ പോകുമ്പോൾ 12 അപ്പസോലെ കണ്ടു. പക്ഷേ ഈ 12 അപ്പസോൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെയാണ്. സൗത്ത് ആഫ്രിക്ക കണ്ടത് മലയുടെ മുകളിലില്ല. ഇതല്ല, ഈ ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡ് അവിടുത്തെ ഷിപ്രക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, ഷിപ്രക്ക് ഏരിയ. അവിടെ ഒരു 600-650 കപ്പലുകൾ താർന്ന ഒരു ഏരിയ. പിന്നെ ഈ പറഞ്ഞ 12 അപ്പസോല് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഈ ഗ്രേറ്റ് ഓഷ്യൻ്റെ അവിടെ നിന്ന്. അതുമാതിരി ലണ്ടൻ ഓർച്ച്, അതുമാതിരി കുറേ കാഴ്ചകളുണ്ട് അവിടെ. അതിനുശേഷമാണ് മെൽബണിൽ നിന്ന് നമ്മൾ കെയ്ൻസിലേക്ക് പോകുന്നത്. കെയ്ൻസിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ, കെയ്ൻസ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കെയ്ൻസ്. അവിടെയാണ് നമ്മുടെ ഗ്രേറ്റ് ബാരിയർ റീഫ്, ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഉള്ളത്. ഈ കെയ്ൻസിൽ പോകുന്ന ഫ്ലൈറ്റിലാണ്. അത് വെർജിൻ ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിലാണ്. നമ്മുടെ ആദ്യത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് അതിൽ കെയ്ൻസിൽ ഇറങ്ങിയിട്ട് അവിടെ ഇറങ്ങിയ ദിവസം തന്നെ അവിടുത്തെ കുറാണ്ട റെയിൻ ഫോറസ്റ്റ് എന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പറയുകയാണെങ്കിൽ ഈ അതിരപ്പള്ളി വായിച്ചാൽ പോലത്തെ ഒരു ഫോറസ്റ്റാണ്. പക്ഷേ ഈ ഫോറസ്റ്റ് അവിടുത്തെ അബോറിജിനൽസിൻ്റെയാണ്. അബോറിജിനൽസ് എന്ന് വെച്ചാൽ അവിടുത്തെ ആദിവാസികളുടെയാണ്. അത് ശരിക്കും ഓസ്ട്രേലിയയിലെ ന്യൂസിലെല്ലാം ഒരു ദിവസം നമ്മൾ ഇവരുടെ ഒപ്പം ചിലവഴിക്കുന്നത്. ഒന്നുമില്ല, അവരുടെ കൾച്ചറും അവരുടെ ഡാൻസും അവരുടെ ഭക്ഷണവും ഒക്കെ ആയിട്ട് ഒരു ദിവസം ചിലവഴിക്കുന്നത്. അത് ഈ പറയുന്ന ഈ കുറാണ്ട റെയിൻ ഫോറസ്റ്റ് എന്നുള്ള ഇവർക്ക് വേണ്ടിയിട്ട് വെച്ചാണ്. അവിടെയാണ് നമ്മൾ ഈ ബൂമറാങ് കണ്ടല്ലേ, അതൊക്കെ ഇവരുടെ ഉപകരണങ്ങളാണ്. അങ്ങനെ ബൂമറാങ്ങിൻ്റെ പ്രയോഗവും അവരുടെ ഭക്ഷണവും അവരുടെ ഡാൻസ് പെർഫോമൻസും കേട്ട് ഒരു ദിവസം വെക്കണം. അവിടുത്തെ കാട്ടിലെ കാഴ്ചകൾ ഞാനിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞത്, ഈ കാട്ടിലെ കാഴ്ചകൾക്ക് കാണിക്കുന്ന അവിടുത്തെ ഒരു ടൂറുണ്ട്. നമ്മൾ ഈ ആർമി ഡക്ക് ടൂർ കേട്ടല്ലോ, ആർമി ഡക്ക് ടൂർ. ഈ ആർമി ഡക്ക് ടൂർ അവിടുത്തെ എല്ലാ ടൂറിസത്തിനും കാഴ്ചകൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിലെ ഡക്ക് ടൂറുകളാണ്. ഡക്ക് ടൂറുകൾ വെച്ചാൽ അതിൽ കയറിയിരുന്നാൽ അത് കരയെക്കൂടെയും പോവും, വെള്ളം കാണുമ്പോൾ വെള്ളത്തിലിറങ്ങി, ഇപ്പോൾ ഇതിൽ വെള്ളത്തിലിറങ്ങി അവൻ സൈഡിൽ കൂടെ ഇറക്കി വെള്ളത്തിൽ കൂടെ കയറി അപ്പുറത്തെ റോഡിൽ കൂടെയാണ് പോകും. 6000 രൂപ. അത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വെച്ചാൽ ഏത് വഴി കൂടെ നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ കടല വെള്ളമായാലും എന്തായാലും അവൻ കയറി പോവുകയും ചെയ്യും. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആട്ടെ. അതിലൂടെ ഈ ഫോറസ്റ്റ് ഏരിയകൾ മൊത്തം നമ്മളെ പുഴകളിൽ കൂടെ കടത്തി, കാട്ടിക്കൂടെ കടത്തി, മരങ്ങളൊക്കെ ഇട്ടുന്ന ശരിക്കും കാടും മരങ്ങളൊക്കെ പോകുമ്പോൾ അതിനേക്കാൾ സുന്ദരമായ കാടും മരം നമ്മുടെ ഉണ്ട്. പക്ഷെ ഇവരുടെ ഈ പ്രസന്റേഷൻ കാണുമ്പോൾ നമ്മൾക്ക് ഇവിടെ നമ്മുടെ സൈലന്റ് വാലി ഉണ്ടല്ലോ, നമുക്ക് കയറാൻ പറ്റും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ അവിടെ വാതിൽക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അത് വിട്ട് ഇത് സൈലന്റ് വാലി കണ്ടു തിരിച്ചത്. പക്ഷെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്ത് ഇവരുടെ കൂടെ ഒരു ദിവസം നമ്മൾ അബോറിജിനൽസിനോട് ചിലവഴിക്കുകയാണ്. അങ്ങനെയാണ് കെയ്ൻസിൽ ഉള്ള ദിവസം. പിറ്റേ ദിവസമാണ് നമ്മൾ ഗ്രേറ്റ് ബാരിയർ റീഫ് കാണുന്നത്. വെച്ചാൽ ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും സിംഗിൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയും. കാരണം ഒരു 3,44,000 സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ പവിഴപ്പുറ്റുകൾ കിടക്കണേ. നമുക്ക് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മറ്റേ നേച്ചുറൽ വണ്ടറിൽ ഹിമാലയം കഴിഞ്ഞ രണ്ടാമത്തെ നേച്ചുറൽ വണ്ടർ അത്. നമ്മൾ ഓരോ നേച്ചുറൽ വണ്ടർ സൈഡിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഓസ്ട്രേലിയ പോകണമെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ശരി, ഔട്ടർ സ്പേസിൽ നിന്ന് പോയാൽ ഭൂമിയിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ മഴക്കാടുകളില്ലേ, മഴക്കാട്, ഇത് കടലിൽ, ഇത് വെള്ളത്തിൻ്റെ അടിയിൽ. അതാണ് ഈ സംഭവം എന്ന് വെച്ചാൽ ഏകദേശം 3-4 തെങ്ങിൻ്റെ വലിപ്പമുള്ള അത്രയ്ക്ക് ആഴ്ച ഇതിൽ ഈ 3,44,000 സ്ക്വയർ കിലോമീറ്ററിലുള്ള ലിവിങ് ഓർഗാനിസമാണ്. ഒരു സിംഗിൾ ഓർഗാനിസമാണ്. 3,44,000 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു സൗത്ത് ഇന്ത്യയുടെ വലുപ്പത്തിലുള്ള ഒരു കോറൽ റീഫാണ്. ചെറിയ സംഭവമല്ല. അത് അതിനൊരു ഗ്ലാസ് ബോട്ടം, ഒരു സൺ ലോർ ക്രൂയിസ് എന്ന് പറഞ്ഞ ക്രൂയിസ് ഉണ്ട്. അത് അന്ന് രാവിലെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ വന്ന് അവർ നമ്മൾ കൊണ്ടുപോകും. അവർ കൊണ്ടുപോയിട്ട് അവരുടെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഒരു സ്റ്റേഷനുണ്ട്. ഈ റീഫിൻ്റെ ഉള്ളിൽ അവരൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു സ്റ്റേഷൻ ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു പെർമനൻറ്റ് സ്റ്റേഷൻ ഉണ്ടാക്കിയാണ്. അവിടെ നമ്മൾ കൊണ്ടുപോയി പിന്നെ അവിടെ അവരുടെ ആക്ടിവിറ്റീസ് അതിൽ ഇറക്കി നമ്മൾ കാണിച്ചു തരികയൊക്കെ കേട്ടോ. അപ്പോൾ അതൊരു ഇതിൻ്റെ ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറയുക ഏത് വ്യക്തിയും മനസ്സിൽ ഒരു വളരെയധികം അഭിമാനം തോന്നും. കാരണം നമ്മൾ ഭൂമിയിലുള്ള വണ്ടേഴ്സിൽ ഒരു വണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ 2 ദിവസം കെയ്ൻസ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കെയ്ൻസിൽ നിന്നും നമ്മൾ സിഡ്നി, ഏതാളുകളുടെയും
മനസ്സിൽ അതെ ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ സിഡ്നി പ്രത്യേകിച്ച് സിഡ്നി ഹാർബറും അവിടുത്തെ ഒപ്ര ഹൗസും അവിടുത്തെ ഏറ്റവും നമ്മുടെ ന്യൂ ഇയറിൽ ഫസ്റ്റ് വെടിക്കെട്ട് കാണുന്നത് ടോക്കിയോ ആണ്. സെക്കൻഡ് വെടിക്കെട്ട് എല്ലാവരും നോക്കുന്നത് സിഡ്നി ഹാർബറാണ്. ആ ഇറങ്ങുന്ന ദിവസം ആണ് നമ്മൾ ഒപ്ര ഹൗസും ഹാർബർ ടെർമിനലും ഹാർബറിലും നമ്മൾ ചിലവഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റി കൂടിയാണ് സിഡ്നി. അത് പേര് കേൾക്കുമ്പോൾ പോലെ തന്നെ അവിടെ ചെന്നാലും അതുകൊണ്ട് തന്നെ 2 മുഴുവൻ ദിവസം നമ്മൾ സിഡ്നിയിൽ ചിലവഴിക്കുന്നുണ്ട്. ഈ സിഡ്നിയുടെ കാഴ്ചകളിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ സിഡ്നിയിൽ അവിടുത്തെ ഒരു ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു ഫോറസ്റ്റാണ്. പക്ഷെ ആ ബ്ലൂ മൗണ്ടനിൽ ശരിക്കും 3-4-5 ട്വിൻ മൗണ്ടൻസ് കൂടിയ വളരെ സീനിക്കായിട്ടുള്ള ഒരു മൗണ്ടനാണ്. ആ മൗണ്ടനിൽ മുകളിൽ നിന്ന് കീഴ്പോട്ടുള്ളൊരു ട്രെയിനുണ്ട്. 90 ഡിഗ്രി ട്രെയിനിലാണ് മലയുടെ മുകളിൽ നിന്ന് നമ്മളെ കീഴ്പോട്ടേക്ക് കൊണ്ടുവരാം. ഫ്യൂണിക്കുലർ പോലെ. പക്ഷെ അത് എനിക്ക് ലോകത്തിലെ ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ അവിടുത്തെ മലകൾ അവരിങ്ങനെയുള്ള ട്രെയിനുകൾ കൊടുത്ത് ആ മലകളിലെ ട്വിൻ മൗണ്ടനുകളൊക്കെ എത്തിച്ച് ഇങ്ങനെ നമ്മൾ ശരിക്കും എത്ര മലയുണ്ട്. അങ്ങനെ ഈ ബ്ലൂ മൗണ്ടൻ ടൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും സിഡ്നി ഹാർബറിലേക്ക് വരണം. അവിടെ നമ്മൾ സിഡ്നി ടവറിൽ കയറണം. സിഡ്നി ടവറിൽ കയറുമ്പോൾ ശരിക്കും സിഡ്നി ടവറൊക്കെ കണ്ട് അതിൻ്റെ മുകളിൽ കണ്ട് അന്ന് ഉള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ, നമ്മുടെ ടൂറിനെ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ സിഡ്നിയിൽ സിഡ്നി ടവറിൻ്റെ മുകളിൽ ഒരു ഡിന്നറുണ്ട്. അത് ആ ഡിന്നർ എന്ന് വെച്ചാൽ 81ാം നിലയിൽ ഉള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ 360 ഡിഗ്രിയിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ വെച്ചുള്ള ഒരു ഡിന്നറാണ്. അല്ല അതും തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം നമ്മൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടവറിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ വൈകുന്നേരം നമ്മുടെ ഭക്ഷണം ആർമാദിക്കാണ്. അപ്പം അതിലൂടെ തന്നെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. കാരണം ഏതാളുകളും VVIP ട്രീറ്റ്മെൻ്റ് ആണ്. VVIP എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ VVIP ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിഡ്നിയിലുള്ള ഈ ടവറിലുള്ള ഭക്ഷണമാണ്. അപ്പം നമ്മളൊന്നും കുറയ്ക്കണില്ല, എല്ലാം അതും കൂടി ആളുകൾക്കൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലെ കലാശമായി പിറ്റേ ദിവസം നമ്മൾ നേരെ ഓസ്ട്രേലിയയിൽ നിന്നും നമ്മൾ ന്യൂസിലൻഡിലേക്ക് പറഞ്ഞു. അത് ഒരു ഏകദേശം അത്ര ഉണ്ട്. ടാസ്മീൻ സീയാണ് കവർ ചെയ്തിട്ടാണ് പസഫിക്കിൻ്റെ അറ്റത്തേക്കുള്ള ന്യൂസിലൻഡിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ ആദ്യം ഇറങ്ങുന്നത് നോർത്ത് ഐലൻഡ്. ന്യൂസിലൻഡിൽ പ്രധാനമായിട്ടും നോർത്ത് ഐലൻഡ് സൗത്ത് ഐലൻഡാണ് സാധാരണ എല്ലാവരും കാണാൻ പോകും. നമ്മൾ ആദ്യം ഇറങ്ങുന്നത് നോർത്ത് ഐലൻഡാണ്. ന്യൂസിലൻഡ് എന്ന് വെച്ചാൽ ഒന്നും കളയാനില്ലാത്തൊരു സ്ഥലമാണ്. പെർഫെക്റ്റ്. ഏത് മസ്റ്റ് സീ ഞാനോട് ചോദിക്കുകയാണ് ലോകത്തിൽ പോകുമ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് ന്യൂസിലൻഡാണ്. പിന്നെ ഞാൻ പറയും ജപ്പാൻ എന്ന് പറയും രണ്ടാമത്. കാരണം ഇത് രണ്ടും നിങ്ങൾ കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം മേടിച്ചാലും പോയി കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. അതിൽ ന്യൂസിലൻഡിലാണ് ബാക്കിയുള്ള ദിവസം ചിലവഴിക്കുന്നത്. അത് നമ്മൾ ഇറങ്ങുന്നത് അവിടെ ഈ ഓസ്ട്രേലിയയിൽ പോലെ തന്നെ അവളുടെ പഴയ ക്യാപിറ്റൽ ആയ ഓക്ലൻഡിൽ ഇറങ്ങണം. ഓസ്ട്രേലിയ നമ്മൾ മെൽബൺ ഇറങ്ങി കാൻബറ വന്നു. ഇവരുടെ ഫസ്റ്റ് ക്യാപിറ്റലായിരുന്നത് ഓക്ലൻഡാണ്. ഇന്ന് അവർ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്. ഓസ്ട്രേലിയയിൽ ന്യൂസിലൻഡിൽ ഏറ്റവും വലിയ സിറ്റിയാണ് ഈ ഓക്ലൻഡ്. നമ്മൾ ഓക്ലൻഡിൽ ഇറങ്ങിയിട്ട് ഓക്ലൻഡിൽ നിന്ന് നമ്മൾ അന്നവിടെ താമസിക്കുന്നില്ല. അവിടെ നേരെ നമ്മൾ പോകുന്നു റൊട്ടോറുവ എന്ന സ്ഥലമാണ്. റൊട്ടോറുവ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെർമൽ സിറ്റിയാണ്. തെർമൽ സിറ്റി എന്ന് വെച്ചാൽ ജിയോ തെർമൽ സിറ്റി എന്ന് പറയും. നമ്മൾ ഈ സൾഫറും ഈ മാതിരി ഹോട്ട് സ്പ്രിങ്സിൻ്റെ സ്ഥലമാണ്. നമ്മൾ ചെല്ലുന്ന ദിവസം അവിടെ ഹോട്ടലിൽ താമസിക്കണം. പക്ഷെ അവിടെ രസമെന്ന് വെച്ചാൽ അവിടെ പുറത്തിറങ്ങുമ്പോൾ മുഴുവൻ ഈ മുട്ട ചെറിയ പോലത്തെ സൾഫറിൻ്റെ ചെറിയ മണമായിരിക്കും. പക്ഷേ ആ സിറ്റി അങ്ങനെയാണ്. പിറ്റേ ദിവസമാണ് നമ്മൾ അവരുടെ ഒരു ഫാം ടൂറുണ്ട്. ഈ ഫാം ടൂർ എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മളിവിടെയൊക്കെ മറ്റേ ഷീപ്പിനെയും ആടിനെയും ഉള്ള ടൂറുകളൊക്കെ നമ്മുടെ അവിടെ കാണുന്നില്ലേ. പക്ഷെ ഇവിടുത്തെ ഫാം ടൂർ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷ പറഞ്ഞാൽ ഒരു 1.5 ഫാം ടൂറാണ്. കാരണം അവിടുത്തെ ജീവികൾ നിങ്ങൾക്ക് അൽപ്പാക്കൊക്കെ ഉണ്ടല്ലോ. അൽപ്പാക്ക സൗത്ത് അമേരിക്കയിലെ മച്ചു പിച്ചു അവിടെ കാണുന്ന അൽപ്പാക്ക അത് തന്നെ അതിപ്പോ നമ്മളെക്കാളും ഹൈറ്റിലുള്ള വലിയ ഈ അൽപ്പാക്കകളും അതുപോലെ പ്രത്യേക ഷീപ്പും എമു അതുമാതിരി ഓസ്ട്രിച്ച് ഇവരെ കൂടെയുള്ള ഒരു ഫാമാണ്. ഈ ഫാമിൽ പോകുന്ന വണ്ടികളിൽ നമ്മൾ കൊണ്ടുപോയി ഒരു ട്രക്കിംഗ് പോലത്തെ ഒരു വണ്ടികളിൽ കൊണ്ടുപോയി ഈ ഫാം ടൂറുണ്ട്.
സൂപ്പർ ഫാം ടൂർ. അതിൽ കണ്ട മൃഗങ്ങൾ അവിടെ ചെന്ന് പറ്റുകൾക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാം. അവരുടെ ഈ അൽപ്പാക്കടകളൊക്കെ കൂടെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മളൊരു എന്താ പറയുക ഒരു ശൂന്യ സ്പേസ് പ്രത്യേക ഒരു മറ്റൊരു ലോകത്ത് നിന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അതുപോലുള്ള ഒരു ഫാം ടൂറാണ്. അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവസാനം അവിടെയാണ് നമ്മുടെ കിവി ഫ്രൂട്ട് ഇല്ലേ അതിന്റെ ഫാം അത് തന്നെയാണ്. അതിനുശേഷം കിവി ഫ്രൂട്ടൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു ജ്യൂസും ഒക്കെ തന്ന് ഒരു ദിവസത്തെ ഒരു ഫാം ടൂറാണ്. ആ ഫാം ടൂറിന് ശേഷം പിന്നെ ഇവരുടെ ഷീപ്പ് ഷോ എന്ന് വെച്ചാൽ ഈ ഫാമിൽ തന്നെ ഈ ചെമ്പരാടിലൊക്കെ എങ്ങനെയാണ് അവരുടെ ഇതുകളില്ലേ രോമം എടുക്കുന്നതും അവരുടെ ഷോസും പിന്നെ എങ്ങനെയാണ് അവർ ഈ അവരെങ്ങനെ നടത്തണമെന്ന് വെച്ചാൽ ഷീപ്പൊക്കെ ഷീപ്പിനെ പരിപാലിക്കുന്നു കൊണ്ടുപോകുന്ന അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം നമ്മൾ ഒരു ദിവസം ഹാഫ് ഡേയോളം ഈ പറഞ്ഞ ഈ അഗ്രോഡോം ഫാം ടൂറായിട്ട് നമ്മൾ ചിലവ്. അപ്പം ശരിക്കും അവരുടെ കൾച്ചർ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ തിരിച്ചു റൊട്ടോറയിലേക്ക് വരണം. പിന്നെ ആ റൊട്ടോറയിലെ സിറ്റിയുടെ കാഴ്ച ഡക്ടൂറിലാണ്. അപ്പൊ അവിടെയും ഈ പുഴയും ഈ കാടും ഈ പ്രദേശങ്ങളും അത് മുഴുവനും നേരെ വന്ന് മിലിറ്ററി ഓഫീസർ ആള് പോലെ ഒരു യൂണിഫോം ഇട്ട് യെസ് ഓരോ സീറ്റിന്റെ മുമ്പിലും അത് വെച്ച് വിളിച്ച് നമ്മള് വഴികൂടെ പോകുമ്പോൾ നമ്മളെ അടുത്തേക്കൂടെ ബസ് പോകും റോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ പറയും ആ പുഴ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം. നേരെ പുഴയിലേക്ക് ഇറങ്ങി അടുത്ത സ്ഥലത്തിൽ കൂടെ കയറ്റി ആ പുഴ പോകുമ്പോഴും വളരെ രസകരമാണ്. കാരണം ഈ യാത്ര ഡക്ടൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ TPO എന്ന് പറയും. TPO എന്ന അവിടുത്തെ ഈ ജിയോ തെർമലില്ലേ നമ്മൾ അതിൻ്റെ പൂളുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവിടുത്തെ ഒരു റെഡ്വുഡ് ട്രീ ഉണ്ട്. റെഡ്വുഡ് ടീ വാക്ക് എന്ന് പറയും. ട്രീ വാക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ റെഡ്വുഡ് ട്രീയുടെ ഉള്ളിൽ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒരു കളർസൊക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഈവനിങ് ഉള്ളൊരു ഇതൊക്കെ ആയിട്ട് അത് വളരെ രസകരമാണ്. കാണാനും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ശേഷമാണ് ഈവനിങ്ങിൽ നമ്മൾ അബോറിജിനൽസിനെ കണ്ടില്ലേ അതുപോലത്തെ ഇവിടുത്തെ മൗരി ഉണ്ട്. മൗരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെയിം അവിടുത്തെ നേറ്റീവ്സാണ്. അവരുടെ കൂടെയുള്ള ഒരു ഡാൻസും പെർഫോമൻസും അവരുടെ കൂടെയുള്ള ഒരു ഡിന്നറും കൂടിയുണ്ട്. അപ്പോൾ ഒന്ന് മുകളിലത്തെ ഒരു വെടിക്കെട്ട് ഡിന്നർ കഴിഞ്ഞു. രണ്ടാമത്തെ പിന്നെ ഇവരുടെ കൂടെയുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിന്നറാണ് അതിൽ വരുന്നതിൻ്റെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടോർവേന്ന് നമ്മൾ തിരിച്ച് ഇവിടേക്ക് പോകണം. തിരിച്ചും നമ്മൾ ഓക്ലൻഡിലേക്ക് വരണം. കാരണം ഓക്ലൻഡ് സിറ്റി നമ്മൾ കവർ ചെയ്തിട്ടില്ല. അങ്ങനെ വന്നിട്ട് അവിടുത്തെ ഓക്ലൻഡിൽ ഹാർബറിൽ ഹാർബറിൽ വന്ന് നമ്മൾ ഓക്ലൻഡിലെ സിറ്റി കാണുന്നതാണ്. അതിനിപ്പോൾ ഹാർബറിൽ സാധാരണ ഈ ഹാർബറിൽ കാണുമ്പോൾ ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും ചെറിയൊരു ബോട്ട് ക്രൂയിസ് കൊടുക്കും. ഇവിടെ നമ്മൾ കാണാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ പുരാതന യോട്ടുകളുണ്ട്. അതിൽ 8 പേര് 10 പേരെ യോട്ടിൽ നമ്മൾ കയറ്റി വിടും. അപ്പോൾ ഈ യോട്ടുകളാണ് അവിടെ മുകളിൽ. അപ്പോൾ ഈ അന്ന് അവിടുത്തെ ഹാർബർ മൊത്തം കാണുന്ന ഈ യോട്ടുകളിൽ കയറ്റാണ്. അപ്പോൾ 8 പേരായിട്ട് നമ്മൾ ഈ യോട്ടുകളിൽ കയറി ഇവിടുത്തെ ഓക്ലൻഡ് ഹാർബർ മൊത്തമായിട്ട് കണ്ട് ആ ഓക്ലൻഡ് താമസത്തിന് ശേഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത ഫ്ലൈറ്റാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ 4ാമത്തെ ഫ്ലൈറ്റ്. അത് നേരെ ക്യൂൻസ്റ്റൗൺ എന്ന് വെച്ചാൽ ദ സിനിക് പ്ലേസ് ഓഫ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലേക്ക് ഫ്ലൈ ചെയ്യണം. സൗത്ത് ഐലൻഡിലെ ഉള്ള പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതൊന്ന് ഈ ക്യൂൻസ്റ്റൗണും പിന്നെ രണ്ടാമത്തേത് ക്രൈസ്റ്റ് വലിയ വെരി പോപ്പുലർ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യൂൻസ്റ്റൗണിലാണ് ലോകത്തിലെ ഏറ്റവും സിനിക്കായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന് നമ്മുടെ റിഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ നോവലുകളൊക്കെ എഴുതിയിരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ അവിടെ ഒരു മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് എന്ന് പറഞ്ഞൊരു ക്രൂയിസ് ഉണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ റൊട്ടോർവേയിൽ നിന്നും ഓക്ലൻഡിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ഒരു വൈറ്റോമോ കേവ്സ് എന്നുണ്ട്. എന്നിട്ട് വൈറ്റോമോ കേവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്ലോവേംസ് അല്ല മിന്നാമിനുകളുടെ ഒരു കേവാണ്. കേവ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഫെയറി ടൈൽ പഴയ കഥകളൊക്കെ കേട്ടല്ലേ ഭൂമിക്കടിയിൽ പോയി അവിടെ ഒരു കേവ് ഭൂമിക്ക് അടിയിൽ പോയിട്ടുള്ള ഒരു വലിയൊരു കേവാണ്. അതായത് ഏകദേശം ഒരു 20-30 നില അടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ കേവാണ്. ഈ അണ്ടർ വാട്ടർ കേവിൻ്റെ മുകളിൽ മുഴുവനും മിന്നാമിനുകളാണ്. ഈ കേവിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ മിന്നാമിനുകളുടെ പ്രകാശത്തിലാണ് നമ്മൾ അടിയിൽ ചെറിയ വഞ്ചിയിൽ അതിൽ കടന്നു പോകാം. നമ്മളൊരു സ്വപ്ന ലോകത്ത് എത്തിയ ഒരു പ്രതീതിയാണ് ഈ വൈറ്റോമോ കേവ്സ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഓക്ലൻഡിൽ വരുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞു ഓക്ലാൻഡിലെ അവിടുത്തെ ഹാർബറിലുള്ള യോട്ട്, അതിലുള്ള യോട്ട് എക്സ്പീരിയൻസ്, ഹാർബറിലെ സിറ്റി ടൂർ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഓക്ലാൻഡിൽ താമസിക്കുകയാണ്. അതിന് ശേഷമാണ് അവിടുന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ എവിടേക്ക് ഫ്ലൈ ചെയ്യുന്നത്, ഈ മറ്റേ ക്യൂൻസ്റ്റൗൺ ഫ്ലൈ ചെയ്യുന്നത്. ക്യൂൻസ്റ്റൗൺ എന്ന് വെച്ചാൽ ഏറ്റവും നമ്മുടെ ഇവിടുത്തെ മൂന്നാർ, കേരളത്തിലെ മൂന്നാർ പോലത്തെ അതിനേക്കാളും മറ്റേ സിനിക്കായിട്ടുള്ള ഇതാണ് ക്യൂൻസ്റ്റൗൺ. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ആ ക്യൂൻസ്റ്റൗണിൽ നമ്മൾ ഇറങ്ങി അന്നത്തെ ദിവസം അവിടുത്തെ ക്യൂൻസ്റ്റൗണിൽ തന്നെ ഒരു മല നിറഞ്ഞ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം. അവിടുത്തെ ഒരു ബാ പീക്ക് എന്ന് പറയും. ബാ പീക്കിലേക്ക് ഒരു ഗൊണ്ടോള റൈഡുണ്ട്. ഈ ഗൊണ്ടോള റൈഡിലാണ് നമ്മൾ അവിടുത്തെ ഏറ്റവും വലിയ പീക്കാണ്, അത് കാണാൻ നമ്മൾ പോകുന്നത്. ആ ഗൊണ്ടോള റൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ബാപ്പിക്കിൻ്റെ മുകളിൽ പോയി അതിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആണ് ദ ഹയസ്റ്റ് ഡിന്നറാണ്. അതിൻ്റെ ബാപ്പിക്കിൻ്റെ സ്റ്റാർട്ട് ഓഫ് എന്ന അവിടുത്തെ ഒരു ബേസ് സ്റ്റേഷനുണ്ട്. ആ ബേസ് സ്റ്റേഷനിൽ ഗൊണ്ടോളയിൽ പോയിട്ടുള്ള ഒരു ഡിന്നറാണ് അതിൻ്റെ ഉൾപ്പെടെ. അന്ന് വൈകുന്നേരം അതിൻ്റെ മുകളിൽ വെച്ചുള്ള, നമ്മൾ പണ്ട് സിഡ്നി ടവറിൽ ഉള്ള 360 ഡിഗ്രി റിവോൾവ് റെസ്റ്റോറൻറ്റിൽ നടത്തിയതുപോലെ ന്യൂസിലൻഡിലെ ഒരു ഐക്കൺ ഡിന്നറാണ് അതിൻ്റെ മുകളിലുള്ളത്. അന്ന് നമ്മൾ ക്യൂൻസ്റ്റൗണിൽ താമസിക്കണം. പിറ്റേ ദിവസമാണ് ഈ ലോകപ്രസിദ്ധമായ ഈ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് എന്ന് പറയുന്നത്. മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് നമ്മൾ ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ ഫിലിമില്ലേ, ലോർഡ് ഓഫ് ദി റിങ്സ്, ആ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ സ്ഥലത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രൂയിസാണ്. അത് ഫുൾ ഡേ ആണ്. രാവിലെ നമ്മൾ ഇറങ്ങി എർലിംഗ്ടൺ വാലി നമ്മൾ കാലി അങ്ങനെ കണ്ടു കഴിഞ്ഞ് ഈ മറ്റേ ലോർഡ് ഓഫ് ദി റിങ്സിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ആ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ മിൽഫോർഡ് ലൊക്കേഷനിലെത്താൻ. അവിടെ ഒരു മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് എന്ന് പറഞ്ഞൊരു ഉണ്ട്. പറഞ്ഞില്ലേ, റിഡിയാർഡ് കിപ്ലിംഗ് അദ്ദേഹത്തെ കണ്ടിട്ട് പറയുന്നത് ലോകത്തിലെ 8th വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്. ലോകത്തിലെ ഏറ്റവും 8ാമത്തെ മഹാത്ഭുതമാണ് ഈ മിൽഫോർഡ് സൗണ്ട്. അത് പോയിട്ട് അവിടുത്തെ ഒരു യാത്രയുണ്ട്, ക്രൂയിസ് യാത്രയുണ്ട്. ആ ക്രൂയിസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലോകത്തിൽ പല രാജ്യങ്ങളും സന്ദർശിച്ചതിലും പല കാഴ്ചകളും കണ്ടതിലും എപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഇത് അന്നത്തെ ആ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസിലെ ആ ക്രൂയിസ് യാത്രയും. അത് ഒരു മലകൾ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു മിത്ര എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ശരിക്കും ഈ നിങ്ങളൊക്കെ ഹിന്ദു മഠത്തൊക്കെ കൈലാസത്തിൽ കണ്ടല്ലേ, കൈലാസത്തിൻ്റെ ഒരു മലയുടെ എക്സ്പീരിയൻസ് ഇല്ലേ, അതുപോലെ ഉള്ളൊരു മിത്ര എന്ന് പറഞ്ഞതിനെ ഒരു ഒരു മിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു മലേനെ കവിഞ്ഞുകൊണ്ടുള്ള ഒരു ക്രൂയിസാണ്. അതിൽ തന്നെയാണ് അവരുടെ ഭക്ഷണമൊക്കെ ആയിട്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. ഒരിക്കലും ന്യൂസിലൻഡ് യാത്രയിൽ മറക്കാത്ത ഒരു യാത്രയാണ് ഈ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ്. അങ്ങനെ മിൽഫോർഡ് സൗണ്ട് ക്രൂയിസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വരും. അങ്ങനെ ക്യൂൻസ്റ്റൗണിലാണ് നമ്മൾ 2 ദിവസം താമസിക്കുന്നത്. ആ ക്യൂൻസ്റ്റൗണിൻ്റെ യാത്രയ്ക്ക് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്നും സൗത്ത് ഐലൻഡിൻ്റെ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകുന്നു നെക്സ്റ്റ് ഡേ. ഈ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് പോകുന്നത് ഒരു ബസ്സിലാണ്, മറ്റേതൊക്കെ ഫ്ലൈറ്റിലാണ്. ക്രൈസ്റ്റ് ചർച്ച് വലിയ ദൂരമല്ല അതുകൊണ്ട് പോകുന്നത്. അത് പോകുന്ന സമയത്താണ് ഇവിടെ തന്നെ ഗ്ലേഷ്യർ റൂട്ട് എന്ന് പറയും. അത് വളരെ സിനിക്കായിട്ടുള്ള ഒരു റൂട്ടാണ്. അവിടുത്തെ ഒരു മൗണ്ട് കുക്ക് എന്ന് പറഞ്ഞിട്ട്, മൗണ്ട് കുക്ക് വളരെ ഈ ഗ്ലേഷ്യറിലുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹയസ്റ്റ് മൗണ്ടനാണ് ഈ മൗണ്ട് കുക്ക്. ആ മൗണ്ട് കുക്ക് കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് വരാൻ. മൗണ്ട് കുക്കിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സിനിക്ക് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. നമ്മൾ വിക്ടോറിയ ഫോൾസിൽ പോയപ്പോൾ അവിടുത്തെ ഹെലികോപ്റ്റർ റൈഡ് ഉണ്ടല്ലേ, അതുപോലത്തെ ഒരു സിനിക് ഹെലികോപ്റ്റർ റൈഡ് ഉണ്ട്. അത് ശരിക്കും അത് അവിടെ നിന്ന് പോകുന്ന ഹെലികോപ്റ്റർ, പക്ഷെ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ആളുകൾക്ക് ഓപ്ഷനിൽ കൊടുക്കുന്നു. അത് മാത്രം ആളുകൾക്കും ഉപകാരത്തിൽ നമ്മളത് എങ്ങനെയും ക്രമീകരിക്കുന്നത്. കാരണം അത് ഒറ്റയടിക്ക് നമുക്ക് എടുത്താൽ ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും അത് കാണാനുള്ളൊരു അവസരം കൂടിയും നമ്മൾ മൗണ്ട് കുക്ക് കാണിച്ചതിന് ശേഷം നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ വരുന്നത്. ക്രൈസ്റ്റ് ചർച്ചിലെത്തുന്ന അന്ന് അവിടെ എല്ലാവർക്കും ഒരു ഗാല ഡിന്നറാണ് അന്നത്തെ ദിവസം കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ശരിക്കും നല്ലൊരു രീതിയിൽ നടത്തുന്ന ഒരു പ്രീമിയം ടൂറാണ് ആയിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഹോട്ടലുകളായാലും നല്ല 4 സ്റ്റാർ ഹോട്ടലുകളും ഭക്ഷണമായാലും അതുപോലെ തന്നെ അവിടുത്തെ കൊടുക്കണ ഡിന്നർ എല്ലാം എന്തൊക്കെ വിധത്തിൽ ആളുകൾക്ക് ഇഷ്ടകരം താല്പര്യമായിട്ട് വരുന്നു, ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചകളും കിട്ടാവുന്ന ഇതുകളും നമ്മൾ ഒഴിവാക്കിക്കൊണ്ടോ അല്ല അത് ചെയ്തിരിക്കണം. അതും നമ്മുടെ കൂടെ വന്നേക്കണ അനേക യാത്ര ചെയ്തേക്കണ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹോട്ടലുകളായാലും സൗകര്യങ്ങളും ഭക്ഷണങ്ങളായാലും കൊടുക്കുന്ന എല്ലാ സർവീസസും, പക്ഷെ അതിനേക്കാളും പ്രീമിയം ആയിട്ടാണ്
ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു പ്രീമിയം ഡെസ്റ്റിനേഷനാണ്. വരുന്ന ആളുകൾക്കും വരുന്ന ഗസ്റ്റുകളും അതുപോലുള്ള ഒരു ആഗ്രഹിച്ച് കാഴ്ച കൂട്ടി വെച്ച് വരുന്നവർ അവരുടെ ഏറ്റവും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് ഇത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലൊരു ലാഭം ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ആത്മാർത്ഥതയിലേ പോകണം. അതിനേക്കാളുപരി നമ്മളും യാത്രയിൽ വരുന്നത്. നമ്മൾ 2 വിസകളാണ് നമ്മളിൽ വരുന്ന ഒരു ഓസ്ട്രേലിയൻ വിസ, ന്യൂസിലാൻഡ് വിസ. 2 വിസയാണ്. പാസ്പോർട്ടൊന്നും കൊടുക്കൊന്നും വേണ്ട, പക്ഷെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അങ്ങനെയാണ് യാത്രയുടെ വിശേഷങ്ങൾ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് നീട്ടി വന്നു അല്ലേ, സമയം കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ധാരാളം റിലേറ്റീവ്സും അല്ലേ ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. മലയാളികൾ ഏറ്റവും അധികം കുടിയേറുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കോണ്ടിനെന്റ് ആണ്. അതെ, മറ്റൊരു കോണ്ടിനെന്റ് കാണാനുള്ള അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ വിളിക്കുക, പോരാനൊക്കെ താല്പര്യമുള്ളവർ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി, നമസ്കാരം.